ഹായ്. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് എങ്ങനെ ചെയ്യാമെന്ന് കാണാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോപ്പർ ബോയും ഗ്ലാസ് ബീഡ്സും ആണ്. ഗ്ലാസ് ബീഡ്സ് ആണെങ്കിൽ 6mm 8mm ഗ്ലാസ്സിലുള്ള ഫ്ലവർ ബീഡ്സ് ഇത്രയും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ബ്ലാക്ക് ടേപ്പ് എടുത്തിട്ട് കോപ്പർ ബോയുടെ ഒരു എൻഡിലൊന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഇനി നമുക്ക് 6mmലുള്ള ആ ബീഡ്സ് ഓരോന്നായിട്ട് കോർത്ത് കൊടുക്കാം. അതിൽ ഞാനൊരു 11 ബീഡ്സ് ആണ് കോർത്ത് കൊടുക്കുന്നത്. ഞാൻ ആദ്യം ഇത് കോർത്ത് നോക്കിയിട്ട് കൗണ്ട് ചെയ്ത് നോക്കിയിട്ടാണ് ഇപ്പോൾ ഞാനത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഞാനത് എണ്ണം പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 11 ബീഡ്സ് കോർത്തതിന് ശേഷം നമുക്കടുത്ത് 8mmൻ്റെ 6 ബീഡ്സ് കോർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആ ഫ്ലവർ ബീഡ്സ് 3 വന്ന് കോർത്ത് കൊടുക്കണം. അത് കോർത്തിട്ട് നമുക്കവിടെ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്ത് അത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കാം. ഇല്ലെങ്കിൽ അതവിടെ അങ്ങനെ കറങ്ങി കറങ്ങി കിടക്കും. പക്ഷേ റൗണ്ട് ബീഡാണെങ്കിൽ കുഴപ്പമില്ല, കറങ്ങിയാലും പ്രശ്നമില്ല. ഇത് നമ്മുടെ ഫ്ലവർ അത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗം അപ്ലൈ ചെയ്ത് അത് കറക്റ്റായിട്ടൊന്ന് കുറച്ച് ഉണങ്ങാനായിട്ട് വിട്ട് അതങ്ങൊന്ന് ഫിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് വീണ്ടും 8mmൻ്റെ 6 ബീഡ്സും 6mmൻ്റെ 11 ബീഡ്സും അതുപോലെ തന്നെ കോർത്ത് കൊടുക്കണം. അപ്പോൾ തന്നെ നമുക്ക് ആ ഫ്ലവേഴ്സ് സെൻറ്ററിൽ കിട്ടും. ഫ്ലവർ ആണെങ്കിൽ സൈഡിൽ വരുന്ന രീതിക്കും ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ ബീഡ്സ് അളവ് സൈസ് മാറിയത് കൊണ്ട് ഒന്നുപോലെ വരാൻ രീതിക്കാണ് ഞാനത് സെൻറ്ററിലാക്കി മാറ്റിയത്. ഈ മെറ്റീരിയൽസ് എല്ലാം ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ കിറ്റ് ആവശ്യമുള്ളവർ കിറ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത്രയും കോർത്തതിന് ശേഷം ആ എൻഡിൽ നമുക്ക് ബ്ലാക്ക് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ബാൻഡ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള റോ മെറ്റീരിയൽസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്